ഹായ് ആൾ അസ്സലാമു അലൈക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ചട്ടിച്ചാള അല്ലെങ്കിൽ മത്തി റോസ്റ്റ് എന്നൊരു വിഭവത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, നല്ല ചട്ടിയിൽ ഇലയൊക്കെ മൂടിയിട്ട്. അപ്പോൾ ആദ്യം എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ വെക്കാനും മറക്കരുത്. അപ്പോൾ ഉമ്മ ഇവിടുന്ന് മത്തി നല്ലതായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഉമ്മ മുള്ളൊക്കെ കളഞ്ഞിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് ഉമ്മാനോട് ചോദിക്കാം. ഇത് നമ്മൾക്ക് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കാം. രണ്ട് വശം നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു ചെറിയ കത്രികാമറ്റം വെച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. വാൽഭാഗത്തു നിന്ന് കട്ട് ചെയ്തിട്ട് ആ സൈഡിൽ നിന്ന് മുള്ള് മേലോട്ടേക്ക് വലിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കത് മൊത്തമായിട്ട് അങ്ങ് ഊരിപ്പോകും. അപ്പോൾ എന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുവാൻ വളരെ ഈസിയാണിത്. മുള്ളിനെ പേടിക്കുകയും വേണ്ട. കുട്ടികൾക്ക് പൊതുവേ നമ്മളിതൊക്കെ കൊടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് ഞാൻ മുള്ള് കളയുന്നത്. കണ്ടോ, ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ തല ഉള്ളത് കൊണ്ടാണ് ഞാനിവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി തല കട്ട് ചെയ്ത മീനാണെങ്കിൽ നമ്മൾക്ക് അത് മൊത്തമായിട്ട് അങ്ങ് ഊരിപ്പോകും. ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും ചെയ്തുകൊണ്ട് വെക്കുമ്പം ഈസി ആയിട്ട് കിട്ടും. ജസ്റ്റ് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. രണ്ട് വശം നല്ല വൃത്തിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വാൽഭാഗത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോഴത് ഓപ്പണായി കിട്ടും. ഉണ്ടോ, ഇതുപോലെ ഓപ്പണായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മൊത്തമായി തുറന്നിട്ട് വാൽഭാഗത്ത് നിന്ന് തന്നെ ആ മുള്ളൊന്ന് മെല്ലെ മേലോട്ടേക്ക് വലിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങളൊന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോ, വളരെ ഈസിയാണ്. അപ്പം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് കഴിക്കാൻ പറ്റും. പൊതുവേ മീൻ കഴിക്കൽ എന്ന് പറയുന്നത് കുട്ടികൾ മുള്ളിനെ പേടിച്ചിട്ട് അങ്ങ് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡാക്കി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലെന്ന് വെച്ചാൽ മീനിൻ്റെ പോഷക ഗുണങ്ങളെല്ലാം കുട്ടികൾക്ക് കിട്ടുകയും ചെയ്യും, നമ്മൾക്ക് ധൈര്യത്തിൽ കൊടുക്കാനും പറ്റും. സൈഡ് മുള്ളുണ്ടാവും, നമുക്കിതുപോലെ വലിച്ചെടുക്കാൻ പറ്റും. ഇതുണ്ടോ, കാണുന്നുണ്ടോ? ഇതുപോലെ വലിച്ചെടുത്ത് കളയാൻ പറ്റും. ഇതേപോലെ ഇങ്ങനെ ആക്കിയിട്ട് ഓപ്പോസിറ്റ് സൈഡ് വലിച്ചാലും കിട്ടും. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഈ ഒരു മെത്തേഡിൽ ഉണ്ടാവും. ഇത് കുറച്ച് പണിയുള്ളതാണ്, എന്നാലും നമുക്കതൊന്ന് ചെയ്തെടുത്താൽ കൂടുതലായിട്ട് മുള്ള ഒഴിവായി കിട്ടും. ഇതുപോലെ ഞങ്ങൾക്ക് മൊത്തത്തിൽ ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ ഇതിങ്ങനെ സെൻറ്ററിൽ ഈ മുള്ള് കളയുന്നത് കൊണ്ട് ചിലപ്പോൾ ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ മീൻ രണ്ട് പീസസ് ആയിട്ട് മാറും. പക്ഷെ കുഴപ്പമില്ല, മുള്ളില്ലാണ്ട് കഴിക്കാമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ചെയ്യുന്നതാണ്. ഇനി പിന്നെ നമ്മൾക്ക് ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു അരമുറി പുളിനാരങ്ങയാണ്. അപ്പോൾ ഇത് മൂന്നും കൂടി ഒരു ബാറ്ററി റെഡിയാക്കിയാണ് വേണ്ടത് മീൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിപ്പോൾ ഞാൻ കുറച്ച് മീൻ മാത്രം എടുത്തുകൊണ്ടാണ് ഇത്ര സാധനങ്ങൾ ചേർത്തത്. നിങ്ങൾ കൂടുതൽ മീൻ വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സാധനത്തിൻ്റെ അളവ് കൂട്ടിയാൽ മതി. അപ്പോൾ നമ്മൾക്ക് ഇതൊക്കെ ഒന്നിച്ചാക്കി നന്നായിട്ട് മീനിൽ പിടിപ്പിക്കുകയാണ് വേണ്ടത്. മീനിൽ പൊതുവേ നമ്മൾ മസാല തേച്ച് കൊടുത്താൽ കഴിയുന്നത് കുറച്ച് ടൈം വെക്കൽ നല്ലതാണ്. ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഫ്രൈ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ആ മസാലയൊക്കെ അതിന് പിടിച്ചിരിക്കും. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത്ര ടേസ്റ്റ് വരില്ല. പൊതുവെ നമ്മൾ എന്താ ഇറച്ചി ആയാലും മീനായാലും കഴിയുന്നതും കുറച്ച് നേരത്തെ മസാലയൊക്കെ തേച്ച് വെക്കലായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പൊതുവേ മീനിനൊക്കെ വെളിച്ചെണ്ണയാണ് നല്ലത്. പിന്നെ വെജിറ്റബിൾസൊക്കെ ചെയ്യുമ്പോഴാണ് പൊതുവേ വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാറ്. ഇതിലേക്ക് ഒരു 2-3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും വേണം. ഈ കറിവേപ്പിലയും വെളുത്തുള്ളിയും എണ്ണയിലിട്ട് ഫ്രൈ ആകുമ്പോൾ നല്ലൊരു മണം വരും. പിന്നെ മീനിൻ്റെ ആ ഒരു സ്മെല്ല് പോയി കിട്ടുകയും ചെയ്യും. പൊതുവേ മത്തിയൊക്കെ ഫ്രൈ ചെയ്യുമ്പം ആ ഒരു സ്മെല്ല് ചില ആൾക്കാർക്ക് പിടിക്കൂല, കുട്ടികൾക്കൊന്നും പ്രത്യേകിച്ച് ചിലപ്പോൾ അങ്ങനെ ഇഷ്ടാവില്ല. അപ്പോൾ ഈ ഒരു വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്മെല്ല് മാറിക്കിട്ടും. ഞാനിത് ഇവിടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാനിലേക്ക് മാറ്റി കൊടുക്കാം.
അപ്പോൾ അതേ പാനിൽ തന്നെ നമ്മൾക്കൊരു മസാല തയ്യാറാക്കി എടുക്കാനുണ്ട്. ഞാനിതൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനു വേണ്ടി ഒരു ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്, ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു തക്കാളി, ഒരു പച്ചമുളക്, ഇത്ര കുറച്ച് സാധനം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് നന്നായി ചോപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കയ്യിലിപ്പോൾ കുറച്ച് മീൻ മാത്രമല്ലേ നമ്മൾ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മസാല എടുത്തത്. ഇനി ഞങ്ങൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത പാനിലേക്ക് ഞങ്ങൾ അരിഞ്ഞു വെച്ച മസാലകൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. എല്ലാ മസാലകളും ഒന്നിച്ചിട്ടാൽ മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് കൂട്ടാം കേട്ടോ, ഞാനിപ്പോൾ അത്രേ ഇടുന്നുള്ളൂ. പിന്നെ വേണ്ടത് കുമ്മിൻ പൗഡറാണ്. അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മീനൊന്ന് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് വേണ്ടത് ഒരു വാഴയിലയാണ്. ഇത് വാഴയില ഞാൻ ചട്ടിയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു ചട്ടി എടുക്കുക, എന്നിട്ട് അതിലേക്ക് ഒരു വാഴയില വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാലകൾ ഇട്ട് കൊടുക്കാം. മസാലകൾ മൊത്തമായിട്ട് അതിലേക്ക് തട്ടി കൊടുത്താൽ മതിയാകും. പിന്നെ ലാസ്റ്റ് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാക്കി വെച്ച മീനുണ്ടല്ലോ, അത് ഒരുപോലെ നിരത്തി കൊടുക്കാം. എന്നിട്ട് ഈ വാഴയില നന്നായി ഒന്ന് കെട്ടി വെക്കുകയാണ് വേണ്ടത്. ജസ്റ്റ് ഒന്ന് കുറച്ച് സമയം ആവി കയറ്റി കൊടുത്താൽ മതി. നല്ല ടൈറ്റായിട്ട് കെട്ടിയിട്ട് ഒന്ന്, അല്ലെങ്കിൽ ഒരു മൂടി വെച്ചോ ഒന്ന് അമർത്തി കൊടുത്ത് ഒന്നൊരു ജസ്റ്റ് ഒരു ദമ്മ് കയറുന്ന പോലെ, നമ്മൾ ബിരിയാണിക്കൊക്കെ ദമ്മിടുന്നില്ലേ അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിലേക്ക് കുറച്ച് ആവി കയറണം. അപ്പോൾ അതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ചട്ടിച്ചാള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വാഴ ഇലൻ്റെ മണം വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇലയുടെ ആ ഒരു ടേസ്റ്റും വരും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ റെസിപ്പിയൊക്കെ കണ്ടില്ലേ? ഇനി പുതിയ പുതിയ റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതിലേക്കും സ്റ്റേ ട്യൂൺഡ്.